പരിശുദ്ധനായ പിതാവ് കർത്താവ് സന്നിധിയിലേക്ക് അടുത്ത് വരുന്നത് കർത്താവ് സുവിശേഷം അറിയിപ്പാണ്ടൊക്കെ വേണം കർത്താവ് പരിശുദ്ധാത്മാവാണ് സഹായിക്കണം, പരിശുദ്ധാത്മാവാണ് സഹായിക്കണം. ദൈവകൃപ പകരമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് കേൾക്കുന്ന ദൈവമാനസത്തിനും ദൈവത്തിനും ബോധത്തിനും കാരണമായി പെരുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാറ്റപ്പെട്ട കർത്താവ് പ്രാർത്ഥിക്കുന്നു. ദൂരത്തും ചാരത്തും ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവർക്കും ദൈവം ഞങ്ങൾക്ക് അറിയിക്കുന്നു. സുവിശേഷം അറിയിക്കുവാനായി നിങ്ങളുടെ അടുക്കിലേക്ക് അടുത്ത് വരുവാന്നൊക്കെ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്ന ദൈവത്തിന്റെ കൃപയോ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ഞങ്ങൾക്ക് നൽകിത്തരുന്ന ആരോഗ്യത്തെയും ശക്തിയും ബലത്തെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. സുവിശേഷം നമുക്ക് ഓരോരുത്തർക്കും അത്യന്തവിശദമായ ഈ സത്യത്തിന്റെ സുവിശേഷ സത്യത്തിന്റെ വാർത്ത, സന്തോഷകരമായ ദൈവത്തിന്റെ വാർത്തയെക്കുറിച്ച് സംസാരിക്കുവാനായി ഈ സമയം ഈ സന്നിധിയിലേക്ക് ഈ സ്ഥലത്തേക്ക് അടുത്ത് വരുവാന്നൊക്കെ ഞങ്ങളെ സഹായിച്ച ദൈവത്തിന്റെ കരുണയെ ദൈവത്തിന്റെ കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്താണ് സുവിശേഷം? മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി യേശു കർത്താവിനെ പിതാവാൻ ദൈവം ഭൂമിയിലേക്ക് അയച്ചതാണ് സുവിശേഷം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിപ്പാനായിട്ട് ഇടയായി തീർന്നു. ആ ദൈവത്തിന്റെ സ്നേഹത്തെ ഞങ്ങളിവിടെ വിളിച്ചറിയിക്കുന്നു. ഈ ലോകത്തിൽ ആയിരിക്കുന്ന ഓരോ മനുഷ്യരും തെറ്റിലേക്കും പലവിധമാകുന്ന ഇരുട്ടിലേക്കെല്ലാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും പിടിയിൽ പലർ ജീവിതം മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ, നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, പലവിധമായ തെറ്റുകളിലെല്ലാം അകപ്പെട്ട് ജീവിതത്തിന്മേൽ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം ഒരു മോചനമുണ്ട്, അതിൽ നിന്നെല്ലാം ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതെല്ലാം നമ്മുടെ ജീവിതത്തെ നാശത്തിലേക്കും പലവിധമായ തകർച്ചയിലേക്കും ദുഃഖത്തിലേക്കും വേദനകളിലേക്കും മാത്രം തള്ളിവിടുമ്പോൾ, മരണം മാത്രം അത് നമുക്ക് സമ്മാനിക്കുമ്പോൾ, എന്നാൽ അതിൽ നിന്നെല്ലാം ഒരു വിടുതൽ നമുക്കുണ്ട്, അതിൽ നിന്നെല്ലാം ഒരു രക്ഷ നമുക്കുണ്ടെന്ന് ഈ സമയം നിങ്ങളുടെ മുൻപിൽ ഞങ്ങളിവിടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പറയുന്നു. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്ന യേശുവിനെ ഞങ്ങളിവിടെ പ്രഘോഷിക്കുന്നു. നിങ്ങൾക്ക് സൗഖ്യം നൽകുവാൻ കഴിയുന്ന യേശുവിനെ ഞങ്ങളിവിടെ പ്രഘോഷിക്കുന്നു. മയക്കുമരുന്നും കള്ളും കഞ്ചാവും മദ്യപാനവും എല്ലാം നമ്മുടെ നാശത്തിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ, മരണത്തിലേക്ക് നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തെ നയിക്കുമ്പോൾ, എല്ലാ തെറ്റും അതിന്റെ ഒരു ശിക്ഷ നമുക്ക് അനുഭവിക്കേണ്ട വരും. വചനത്തിൽ ഇങ്ങനെ പറയുന്നു, പാപത്തിന്റെ ശമ്പളം മരണമാണ്. നമ്മൾ ചെയ്യുന്ന ഏത് തെറ്റിനും അതിൻ്റെതായ ഒരു തിരിച്ചതിന്റെ ഒരു പ്രതിഫലം നമുക്ക് ഓരോരുത്തരും ലഭിക്കാതെ പോകുകയില്ല. നാം തെറ്റ് ചെയ്താൽ അതിനനുസരിച്ചൊരു തിരിച്ചൊരു പ്രതിഫലം നമുക്ക് ലഭിക്കും. അത് നമുക്ക് ലഭിക്കുന്ന മരണമാണ്, ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മുടെ ജീവിതത്തിന്മേൽ നശിക്കുവാനായിട്ട് ഇടയായി തീരും. എന്നാൽ അതിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാനായി യേശു ക്രിസ്തുവിലൂടെ ഒരു വഴി നമുക്കുണ്ട്. യേശു ക്രിസ്തുവിലൂടെ ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ദൈവസ്നേഹം നമുക്ക് യേശു ക്രിസ്തുവിലൂടെ അനുഭവിപ്പാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിങ്ങളുടെ സന്നിധിയിൽ അടുത്ത് വന്നിരിക്കുക. ദൈവത്തിങ്കിലേക്ക് തിരിയുക. നമ്മുടെ പാപ ജീവിതത്തിൽ നിന്നും, മയക്കുമരുന്നിന്റെ ഉപയോഗത്തിൽ നിന്നും, മദ്യപാനത്തിൽ നിന്നും, തെറ്റായ ജീവിതമാർഗങ്ങളിൽ നിന്നും എല്ലാം യേശുവിലേക്ക് തിരിയുക, ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്നുള്ള വാർത്തയുമായി നിങ്ങളുടെ ഈ സ്ഥലത്ത് അടുത്ത് വരുവാന്നൊക്കെ ഞങ്ങളെ സഹായിക്കുന്ന ദൈവത്തിന്റെ കൃപയും ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവിലേക്ക് നിങ്ങൾ തിരിയുക, പാപ ജീവിതത്തെ വിട്ടൊഴിയുക. ഈ ബാനറിൽ ഞങ്ങൾ കാണുന്നത് പോലെ യേശു വിളിക്കുന്നു. യേശു കർത്താവ് വാതിൽക്കൽ നിന്ന് മുട്ടുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് രക്ഷിതാവുമായി വാഴേണ്ടതിന്, അവരെ സഹായിക്കേണ്ടതിന് യേശു കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും മുൻപിൽ നിങ്ങളുടെ ജീവിതത്തിന്മേൽ യേശു കർത്താവ് അടുത്ത് വന്നിരിക്കുന്നു. യേശു ക്രിസ്തുവിലേക്ക് നിങ്ങൾ തിരിയുകയാണെങ്കിൽ, ദൈവത്തിലേക്ക് നിങ്ങൾ തിരിയുകയാണെങ്കിൽ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിത്യജീവനെ നൽകുവാനായിട്ട് ഇടയായി. ഈ ലോകത്തിലുള്ള സുഖ സൗകര്യങ്ങളും ഈ ലോകത്തിലുള്ള നിങ്ങൾ കാണുന്നതെല്ലാം നശിച്ചു പോകുന്നതാണ്. താൽക്കാലികമായ സുഖങ്ങളും സൗകര്യങ്ങളും സന്തോഷങ്ങളും മാത്രം ഈ ലോകത്തിലെ സ്നേഹങ്ങളും എല്ലാം നൽകുമ്പോൾ അതെല്ലാം കഴിഞ്ഞു പോകുന്നു. എന്നാൽ നിത്യമായ സ്നേഹവും നിത്യമായ സമാധാനവും നിത്യമായ രക്ഷയും നൽകുവാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമാണ്. യേശു ക്രിസ്തുവിലൂടെയുള്ള നിത്യജീവൻ മാത്രമാണ് നിങ്ങളെ നിത്യതയിലേക്ക് നയിക്കുന്നത്. മരണത്തിൽ നിന്നും നിങ്ങളെ വിടുവിക്കുന്നത്, സ്വർഗത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നത് നമ്മുടെ പുണ്യപ്രവർത്തികളോ നാം ജീവിക്കുന്ന പ്രവൃത്തികളോ ഒന്നും നമ്മളെ ദൈവത്തിലേക്ക് നയിക്കുന്നില്ല, നമ്മുടെ നിത്യജീവൻ പകരുന്നില്ല. അതെല്ലാം മരണം മാത്രം അത് സമ്മാനിച്ച് കടന്നു പോകുമ്പോൾ നിത്യജീവനെ കൈവശമാക്കുവാൻ തക്കവണ്ണം, മരണത്തിനൊപ്പമുള്ള ജീവിതത്തെ അതിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം യേശുവിലേക്ക് തിരികെ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് യേശു കർത്താവ് പറയുവാൻ ഇടയായി തീർന്നു. യേശു ക്രിസ്തു അല്ലാതെ വഴി നമുക്ക് സ്വർഗത്തിലേക്കില്ല. യേശു കർത്താവ് അല്ലാതെ ഒരു മാർഗം ഈ ലോകത്തിൽ ദൈവം അയച്ചിട്ടില്ല. യേശു കർത്താവാണ് ദൈവത്തിന് മനുഷ്യർക്ക് തമ്മിൽ മധ്യസ്ഥനായി നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പാപങ്ങളെ വിട്ടുതിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് തിരിയുക, യേശുവിലേക്ക് തിരിയുക. എന്നാൽ നിത്യജീവൻ പ്രാപിപ്പാനൊക്കെ ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും യേശു ക്രിസ്തു ലോകത്തിലേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നു. നമ്മൾ ഈ കാണുന്ന ലോകത്തിലെ പ്രവർത്തികളെല്ലാം അവിടെ നാശത്തിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ, അനേകർ പലവിധമായ തെറ്റുകളിൽ അകപ്പെട്ട് അനേകർ ജീവിതങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ, രക്ഷയില്ലാതെ സഹായമില്ലാതെ അനേകർ ഒറ്റപ്പെട്ട് അവഗണിക്കപ്പെട്ടും എല്ലാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ യേശു കർത്താവ് എന്നിട്ട് പറയുവാൻ ഇടയായി തീർന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നിർണയിച്ചു പോകുന്നു, ഞാൻ നിങ്ങൾ ഒരിക്കലും അനാഥരായി കൈവിടുകയില്ലെന്ന് യേശു കർത്താവ് പറയുവാൻ ഇടയായി തീർന്നു. ഈ കാണുന്ന ലോകത്തിലെ സ്നേഹബന്ധങ്ങളെല്ലാം താൽക്കാലികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം കൂടെ നിൽക്കുമ്പോൾ, നിത്യമായ ഒരു സ്നേഹത്താൽ നമ്മെ സ്നേഹിച്ച ഒരു യേശുവിന്റെ സ്നേഹത്തെ ഞങ്ങൾ ഇവിടെ വിളിച്ചു പറയുന്നു. യേശു കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു.
നിങ്ങൾ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കുവാൻ തക്കോണം, നിങ്ങൾ ഓരോരുത്തരെയും ദൈവത്തിലേക്ക് ചേർക്കുവാൻ തക്കോണം, നിങ്ങളെ ചേർത്ത് പിടിപ്പാൻ തക്കോണം ആ കരം നിങ്ങൾ ഓരോരുത്തരെയും വിളിക്കുന്ന ആ ദൈവസ്നേഹത്തിലേക്ക് നിങ്ങൾ അടുത്തു വരിക. നിങ്ങളുടെ തെറ്റായ ജീവിതമാർഗത്തിൽ നിന്ന് വിട്ടുതിരിഞ്ഞ് മാനസാന്തരപ്പെടുകയും എന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്ത ദൈവത്തിന്റെ വചനത്തെ ഞങ്ങളോട് വിളിച്ചു പറയുന്നു. ഈ കാണുന്ന ജീവിതത്തിലെ സൗകര്യങ്ങളെല്ലാം നാശത്തിലേക്ക് മരണത്തിലേക്ക് നമ്മളെ തള്ളിയിടുമ്പോൾ ജീവനിലേക്ക് അടുത്ത് വരുവാൻ തക്കോണം യേശുവിലേക്ക് തിരിയുക, ദൈവത്തിലേക്ക് തിരിയുക, മാനസാന്തരപ്പെടുക. ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിനെന്ന് യേശു ക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ പറയുവാൻ ഇടയായി തീർന്ന ഒരു ദൈവരാജ്യത്തെ കുറിച്ച് യേശു കർത്താവ് സംസാരിക്കുവാനായിട്ട് ഇടയായി തീർന്ന ഒരു ദൈവരാജ്യം നമ്മൾ ഈ കാണുന്ന ലോകഭരണം പോലെ തന്നെ ദൈവത്തിന്റെ ഒരു ഭരണം നടക്കുന്ന ഒരു രാജ്യം ഇതാ ഏറ്റവും ആസന്നമായിരിക്കുന്നു. ഈ കാണുന്ന ലോകം അതിന്റെ അവസാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കാണുന്ന പ്രവർത്തികളെല്ലാം ഏറ്റവും മ്ലേച്ഛകരമായ ജീവിതത്തിലൂടെ മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിക്രൂരമായ മനുഷ്യന്റെ പ്രവർത്തികളെല്ലാമായി തീർന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വസ്നേഹികളും സ്വാർത്ഥ താല്പര്യങ്ങളുമായി മനുഷ്യൻ മുന്നോട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊരു രക്ഷ, അതിൽ നിന്നൊരു വിടുതൽ, ശാവരിയിൽ നിന്ന് രക്ഷയിലേക്കുള്ള ഒരു മാർഗം യേശു ക്രിസ്തുവാണ്. ദൈവം പറയുവാൻ ഇടയായി തീർന്ന യേശു ക്രിസ്തുവിലൂടെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പാൻ തക്കോണം നമുക്ക് കഴിയും, രക്ഷ പ്രാപിപ്പാൻ തക്കോണം കഴിയും. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിപ്പാൻ ഇടയാകുമെന്ന് നമ്മൾ വചനത്തിൽ കാണുന്നു. രക്ഷ പ്രാപിക്കേണ്ടതിന് പുത്രനെ ചുംബിക്കുക. ദൈവം ഓരോരുത്തരും രക്ഷ പ്രാപിക്കാൻ വേണ്ടി നമുക്ക് നൽകി തന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു വഴിയാണ് തന്റെ പുത്രൻ എന്ന് പറയുന്നത്. തന്റെ പുത്രനെ നൽകി തരുവാൻ തക്കോണം നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചൊരു ദൈവത്തിന്റെ സ്നേഹത്തെ ഞങ്ങളിവിടെ വിളിച്ചു പറയുന്നു. ആ ദൈവസ്നേഹമാണ് നമ്മെ ഓരോരുത്തരെയും ഇതുവരെ ജീവനോടെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. നാം ഓരോരുത്തരും നശിച്ചുപോകാതെ നമ്മുടെ ജീവിതത്തിന്മേൽ നമുക്ക് ആവശ്യമായത് നൽകുന്നതും നമ്മളെ സഹായിക്കുന്നതും നമ്മളെ കരുതുന്നതും മരണത്തിലെല്ലാം നമ്മളെ വിടുവിക്കുന്നതും എല്ലാം ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹമാണ്. എല്ലാ മനുഷ്യരെയും ദൈവം സ്നേഹിക്കുവാനായിട്ട് ഇടയായി തീർന്നു. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്ന് വചനത്തിൽ കാണും. നമുക്ക് ഓരോരുത്തർക്കും ദൈവസ്നേഹം പകരുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവസ്നേഹം തന്നെ നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന ഒരു പിതാവാൻ ദൈവമായിട്ട് യേശു കർത്താവിനെ പിതാവാൻ ദൈവത്തെ നമ്മൾ കാണുവാൻ ഇടയായി തീർന്ന വചനത്തിലൂടെ നമ്മൾ നോക്കുമ്പോൾ ഒരു ദൈവം നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കും. നമ്മുടെ കാണുന്ന ലോകത്തിൽ നമുക്ക് മാതാപിതാക്കന്മാരുള്ളത് പോലെ തന്നെ നമ്മുടെ ആത്മാവിനും ഒരു പിതാവുണ്ട്. ആത്മാവിനെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും വിളിക്കുന്നു. ആ ദൈവത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞു കഴിഞ്ഞാൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിന്മേൽ സമാധാനം നൽകുവാൻ ഇടയായി തീരും, നിങ്ങളെ വിശുദ്ധീകരിക്കാനായിട്ട് ഇടയായി തീരും, നിങ്ങളെ രക്ഷയിലേക്ക് നടത്തുവാനായിട്ട് ഇടയായി തീരും. നിങ്ങളുടെ ജീവിതത്തിന്മേൽ നിങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയിലേക്കും ദൈവത്തിന്റെ വഴിയിലേക്കും ദൈവം നടത്തുവാനായിട്ട് ഇടയായി തീരും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വർഷം നിങ്ങൾ ജീവിതത്തിൽ എല്ലാ സന്തോഷങ്ങളും സുഖങ്ങളും അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വ്യക്തിയായിരിക്കും. വചനത്തിൽ ഇങ്ങനെ കാണുന്നു, ഈ കാണുന്നതെല്ലാം കഴിഞ്ഞു പോകാനായിട്ട് ഇടയായി തീരും. നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന വാക്കുകൾ പോലെ ഈ സമയവും കടന്നു പോകുമെന്ന് നമ്മൾ തമ്മിൽ ആശ്വസിപ്പിക്കുന്ന വാക്കുകളാണ്. എന്ന വചനത്തിൽ ഇങ്ങനെ കാണുന്നു, ഈ നിങ്ങൾ സന്തോഷം അനുഭവിക്കുന്നവരാണ് നിങ്ങൾക്കറിയും. അങ്ങനെ ഒരു കാലഘട്ടം ഇതാ വരുന്നു, ഈ സമയവും കടന്നു പോകുന്നു. എന്നാൽ നിങ്ങൾക്കറിയുന്നവരാണെങ്കിൽ നിങ്ങൾ ചിരിക്കുന്ന ഒരു സമയം നിങ്ങൾക്കുണ്ട്. ഈ കാണുന്ന സമയത്തിലോ സന്ദർഭങ്ങളിലോ ഒന്നല്ല നമ്മൾ ആശ്രയം വഹിക്കേണ്ട ദൈവത്തിൽ ആശ്രയം വഹിക്കുകയാണ്, യേശുവിലേക്ക് നോക്കുകയാണ്. നിത്യമായ ഒരു സമാധാനം, നിത്യമായ ഒരു രക്ഷയും നിത്യമായ ഒരു ദൈവത്തിന്റെ കൃപയും നിങ്ങളുടെ ജീവിതത്തിൽ മേൽ പകരുവാനായിട്ട് ഇടയായി. എന്താണ് ദൈവത്തിന്റെ കൃപ? നാം ഓരോരുത്തരും തെറ്റ് ചെയ്തിരുന്ന സമയത്ത്, നാം ഓരോരുത്തർ ശിക്ഷ അനുഭവിക്കേണ്ടിയിരുന്ന സമയത്ത് നമ്മെ ശിക്ഷിക്കേണ്ടതിന് പകരം യേശു ക്രിസ്തു ആ ശിക്ഷ ഭാവിപ്പാനായിട്ട് ഇടയായി തീർന്നു. അതിലൂടെ ദൈവം നമ്മെ സ്നേഹിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ ദൈവസ്നേഹം നമ്മളെ അളവ് കൂടാതെ സ്നേഹിച്ച ദൈവത്തിന്റെ കൃപയാണ്. ദൈവത്തിന്റെ വലിയ സ്നേഹം, ദൈവത്തിന്റെ മഹാകൃപ എന്ന് പറയുന്നത്. നാം ഓരോരുത്തരും ശിക്ഷിക്കപ്പെടേണ്ടി വരുന്നവരായിരുന്നു. നാം ഓരോരുത്തരും തെറ്റ് ചെയ്തപ്പോഴും നമ്മളെ നശിപ്പിച്ച് കളയാതെ ചെയ്ത ദൈവത്തിന്റെ സ്നേഹത്തെ ഞങ്ങളുടെ വിളിച്ചു പറയുന്നു. ആ സ്നേഹത്തിന്റെ പൂർണ്ണതയാണ് കാൽവരി ക്രൂശിന്മേൽ യേശു കർത്താവ് മരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. നാം ഓരോരുത്തരും രക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണം, നാം ഓരോരുത്തരും നിത്യജീവനെ പ്രാപിക്കുവാൻ തക്കവണ്ണം യേശു ക്രിസ്തു മരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന് വേണ്ടി ഈ ലോകത്തിലേക്ക് യേശുവിനെ പിതാവാന്റെയും അയക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോവാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിക്കുവാനായിട്ട് ഇടയായി തീർന്നു. യേശുവിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിത്യജീവനുണ്ട്. യേശു ക്രിസ്തു പിതാവാൻ ദൈവത്തിന്റെ സ്വന്തം മകനും ദൈവപുത്രനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിത്യജീവൻ പ്രാപിക്കുവാനായിട്ട് ഇടയായി തീരും. ആ നിത്യജീവൻ അവകാശമാക്കേണ്ടതിന് യേശുവിലേക്ക് അടുത്തു വരിക, ദൈവത്തിലേക്ക് അടുത്തു വരിക. കർത്താവ് നിങ്ങളെ അടുത്തു വരും, എന്നോട് അടുത്തു വരുന്നവരോട് ഞാനും അടുത്തു വരും എന്ന് കർത്താവ് പറയുവാൻ ഇടയായി തീർന്നു. യേശുവിലേക്ക് അടുത്തു വരിക, ഹൃദയം തിരിക്കുക. ദൈവത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞു കഴിഞ്ഞാൽ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിലേക്ക് തിരിയുക എന്നുള്ള ദൈവത്തിന്റെ സദ്വർത്തമാനത്തെ ഞങ്ങളോട് വിളിച്ചു പറയുന്നു. നിങ്ങൾ ഈ കാണുന്ന മനുഷ്യരിലേക്കും കാണുന്ന പ്രവർത്തികളിലേക്കും കാണുന്ന കെട്ടിടങ്ങളിലേക്കും നോക്കാതെ ദൈവത്തിലേക്ക് തിരിയുക. ദൈവം അവിടെ അത്യുന്നതനായ ദൈവം നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ഇടയായി തീരും. നിങ്ങളുടെ ആത്മാക്കളുടെ പിതാവാൻ ദൈവം നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ഇടയായി തീരും. നിങ്ങളുടെ ജീവിതത്തിനെ സമാധാനം നൽകുവാനും നിങ്ങളുടെ ജീവിതത്തിൽ കരം പിടിക്കുവാനും പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നിങ്ങൾക്ക് വേണ്ടി മുകളിൽ നിലകൊള്ളുന്നു എന്നുള്ള ദൈവത്തിന്റെ സദ്വർത്തമാണ് ഞങ്ങളോട് വിളിച്ചു പറയും. ദൈവത്തിലേക്ക് തിരിയുക,
രക്ഷ പ്രാപിക്കുക. യേശു കർത്താവിനെ ഈ ഭൂമിയിലേക്ക് ദൈവം അയക്കുമ്പോൾ സകല മനുഷ്യർ രക്ഷ പ്രാപിക്കുവാനൊക്കെ വേണം യേശു ക്രിസ്തു മരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. യേശു ക്രിസ്തു ക്രൂശിന്മേൽ മരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഈ ലോകത്തിന്റെ ന്യായവിധിയിൽ യേശു കർത്താവ് അകപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. യേശു ക്രിസ്തു ലോകത്തിൽ വരുന്നതിന് മുൻപ് തന്നെ പ്രവാചകന്മാർ യേശുവിനെ കുറിച്ച് പറയുവാൻ ഇടയായി തീർന്നു. യേശു ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിക്കുകയും ചെയ്യുമെന്ന് പ്രവാചകന്മാർ പറയുവാൻ ഇടയായി തീർന്നു. അതിനൊത്തോണം യേശു കർത്താവ് മരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. തന്നിൽ ഒരു കുറ്റവും ഇല്ലാതിരുന്നിട്ടും യേശു ക്രിസ്തു മരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. നാം ഓരോരുത്തരും കുറ്റവിമുക്തരായി തീരേണ്ടതിന്, നാം ഓരോരുത്തരും നീതീകരിക്കപ്പെട്ടവരായി തീരേണ്ടതിന് യേശു കർത്താവ് കുറ്റം വഹിക്കുവാനായിട്ട് ഇടയായി തീർന്നു. യേശു കർത്താവ് തന്റെ അവസാനത്തുള്ളി രക്തം വരെയും ആ കാൽവരി ക്രൂശിന്മേൽ ഒഴിക്കുവാനായിട്ട് ഇടയായി തീർന്നു. യേശു കർത്താവിന് അവർ നിന്ദിക്കുവാനായിട്ട് ഇടയായി തീർന്നു, തുപ്പുവാനായിട്ട് ഇടയായി തീർന്നു, കന്നത്തടിക്കുവാനായിട്ട് ഇടയായി തീർന്നു. യേശു കർത്താവിന്റെ കരുത്ത് അവർ ആണികൾ അടിച്ച് യേശു കർത്താവിന് മുൾക്കിരീടം വെച്ചു. യേശു കർത്താവിന് എല്ലാ സകലവിധ പീഡകളും നൽകി ആ ക്രൂശിന്മേൽ യേശു കർത്താവിനെ തർപ്പിച്ച് കൊല്ലുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ദൈവമായ കർത്താവ് മരണവാസങ്ങളെ അയച്ച് മൂന്നാം ദിവസം യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. യേശു കർത്താവ് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. യേശുവിനെ ഞങ്ങളിവിടെ വിളിച്ചു പറയുന്നു. യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്ന ദൈവത്തിലേക്ക് നിങ്ങൾ തിരികെ. യേശു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിന്മേൽ സഹായകനായോ, നിങ്ങളുടെ ജീവിതത്തിന്മേൽ സഖിയായി കർത്താവ് വരുവാനായിട്ട് ഇടയായി തീരും. ഒരു നല്ല കാര്യത്തിന് നല്ല സഹായകനുമായി യേശു കർത്താവ് നിങ്ങളെ സഹായിക്കുവാനായിട്ട് ഇടയായി തീരും. രക്ഷ പ്രാപിക്കുവാനൊക്കെ വേണം ദൈവത്തിലേക്ക് തിരിയുക. ഈ കാണുന്ന ദുഷ്ടലോകത്തിൽ നിന്നും ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും വിടുവിക്കപ്പെടുക, രക്ഷ പ്രാപിക്കുക. ഈ കാണുന്ന ലോകവും അതിന്റെ താല്പര്യങ്ങളും മോഹങ്ങളും എല്ലാം ഒഴിഞ്ഞു പോകുന്നതാണ്, അതെല്ലാം തീർന്നു പോകുന്നതാണ്. നാം കാണുന്നതിനേക്കാൾ അധികം വേഗത്തിൽ തന്നെ അത് തീർന്നു പോകുന്നു. അല്ലെങ്കിൽ നമ്മുടെ മരണത്തിലേക്ക് ഏറ്റവും വേഗം അടുത്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ അവസാനത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ആ അവസാനം ഏറ്റവും വന്നിരിക്കുന്നു. എന്നാൽ ഉള്ള സമയത്ത് ദൈവത്തിലേക്ക് തിരിയുക. ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കാതെ ദൈവത്തിലേക്ക് തന്നെ താഴ്ത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുവാനും നിങ്ങളെ രക്ഷിക്കുവാനും തൊക്കെ ഇടയായി തീരും. വിശുദ്ധീകരിക്കപ്പെടുവാനൊക്കെ വേണം ദൈവത്തിലേക്ക് തിരികെ. നമ്മുടെ നീതി പ്രവർത്തികളോ നാം ചെയ്യുന്ന പ്രാർത്ഥനകളോ ഒന്നും നമ്മൾ നീതീകരിക്കുന്നില്ല. യേശു കർത്താവിന്റെ രക്തം മാത്രമാണ് ഏത് മനുഷ്യനെയും നീതീകരിക്കുന്നത്. വചനത്തിൽ ഇങ്ങനെ കാണുന്ന ഓരോരുത്തരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരായി തീരേണ്ടതിന് യേശു കർത്താവ് തന്നെ താൻ വിശുദ്ധീകരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. നാം ഓരോരുത്തരും സാക്ഷാൽ സ്വതന്ത്രരായി തീരണം. എന്താണ് സ്വാതന്ത്ര്യം? നാം പലപ്പോഴും സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാണെന്ന് പറയുന്നുവെങ്കിലും പല കാര്യങ്ങളിലും നമ്മൾ ബന്ധിതരാണ്. പല കാര്യങ്ങൾക്ക് നമ്മൾ അടിമകളാണ്. ഒന്നും അല്ലെങ്കിൽ മയക്കുമരുന്ന്, അല്ലെങ്കിൽ മദ്യപാനം, അല്ലെങ്കിൽ പുകവലി, പലവിധമായ തെറ്റായ ജീവിതത്തിൽ നാം അടിമകളായി ജീവിക്കുമ്പോൾ അതിൽ നല്ല സ്വാതന്ത്ര്യം നൽകുന്ന ഒരു യേശു ക്രിസ്തുവിനെ ഞങ്ങളോട് വിളിച്ചു പറയുന്നു. ദൈവവചനത്തിൽ ഇങ്ങനെ കാണുന്നു, പുത്രൻ സ്വതന്ത്രനാക്കുന്നവൻ സാക്ഷാൽ സ്വതന്ത്രനാകുന്നു പറയുന്നു. നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏത് അവസ്ഥകളിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം നൽകുവാനൊക്കെ വേണം യേശു കർത്താവിന്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിന്മേൽ പരിവർത്തിക്കുവാനായിട്ട് ഇടയായി തീരണം. യേശുവിലേക്ക് തിരിയുക, നിങ്ങൾ മാനസാന്തരപ്പെടുക, തെറ്റുകളെ ഏറ്റുപറഞ്ഞ ദൈവത്തിലേക്ക് അടുത്തു വന്നാൽ ദൈവം നിങ്ങളെ അടുത്തു വരികയും നിങ്ങൾ അതിൽ നിന്നെല്ലാം രക്ഷിക്കുവാനും സഹായിക്കുവാനായിട്ട് ഇടയായി തീരും. നിങ്ങളെ സഹായിക്കുവാൻ രക്ഷിക്കുവാൻ അതൊക്കെ വേണം ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ഈ ലോകത്തിൽ നിന്ന്, ഈ ദുഷ്ടലോകത്തിൽ നിന്ന് നിങ്ങൾ വിടുവിക്കപ്പെടുവാൻ അതൊക്കെ വേണം ദൈവത്തിലേക്ക് തിരിയുക, മാനസാന്തരപ്പെടുക. യേശു കർത്താവ് നിങ്ങൾ കടന്നുപോയ സാഹചര്യത്തിലാണ് ഒരു പക്ഷേ നിങ്ങൾ അഡിക്ഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിപ്രഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ തെറ്റായ ജീവിത മാർഗങ്ങളായിരിക്കാം. അതിൽ നിന്നെല്ലാം നിങ്ങൾ സ്വാതന്ത്ര്യം നൽകുവാൻ, നിങ്ങളെ സ്വസ്ഥതയിലേക്ക്, സമാധാനത്തിലേക്ക് നടത്തുവാൻ, വെളിച്ചത്തിലേക്ക് നടത്തുവാൻ ഒക്കെ യേശുവിനെ കഴിയും. യേശുവിനെ നിങ്ങളെ സഹായിക്കുവാൻ കഴിയുമെന്നുള്ള ദൈവത്തിന്റെ മഹത്വരമായ ആ പ്രത്യാശ, ദൈവത്തിന്റെ മഹത്വരമായ ആ സുവിശേഷത്തെ ഞങ്ങളോട് വിളിച്ചു പറയുന്ന യേശുവിലേക്ക് തിരിയുക, ദൈവത്തിലേക്ക് തിരികെ. യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് യേശു പറയുകയും ദൈവം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നാം രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായി തീരും. ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. നമുക്കും ദൈവത്തിനും മധ്യസ്ഥനായിട്ട് വേറൊരു നാമവും നമുക്ക് നിലകൊള്ളുന്നില്ല. യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ രക്ഷ നമുക്ക് ലഭിക്കുന്നില്ല എന്ന് വചനത്തിൽ കാണുവാൻ കഴിയുന്നു. യേശു കർത്താവ് ലോകത്തിന്മേൽ വന്നിട്ട് ലോകത്തിൽ പറയുവാൻ ഇടയായി താൻ ജീവന്റെ അപ്പമാണെന്ന് പറയുവാൻ ഇടയായി നാം ജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം ഈ ലോകത്തിൽ നാം നാശത്തിൽ നിന്നും ജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം യേശു കർത്താവിലൂടെ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. ഈ കാണുന്ന നാം കഴിക്കുന്ന ആഹാരങ്ങളെല്ലാം നമ്മൾ കഴിച്ചതിന് ശേഷം വിശക്കുമ്പോൾ യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ നിത്യമായ സമാധാനവും സന്തോഷവും ദൈവം തൃപ്തിയിലേക്ക് നടത്തുവാനായിട്ട് ഇടയായി തീർന്നു. ജീവന്റെ അപ്പമായി യേശു കർത്താവ് ലോകത്തിന്മേൽ വരുവാനായിട്ട് ഇടയായി തീർന്നു. യേശു കർത്താവ് ലോകത്തിന്റെ വെളിച്ചമായി ലോകത്തിന്മേൽ വരുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് യേശു ക്രിസ്തു പറയുവാനായിട്ട് ഇടയായി തീർന്നു. ഈ കാണുന്ന ലോകവും ഈ കാണുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം പലവിധമാകുന്ന ഇരുട്ടിൽ ആയിക്കൊണ്ടിരിക്കുമ്പോൾ, മനുഷ്യന്റെ പ്രവൃത്തികളെല്ലാം ഇരുട്ടിൽ തപ്പിത്തടയുന്ന പ്രവൃത്തികൾ പോലെ ആയിരിക്കുമ്പോൾ, പല തെറ്റുകളിലകപ്പെട്ട് മനുഷ്യൻ ഇരുട്ടിലായിരിക്കുമ്പോൾ അതിന്റെ പ്രവൃത്തികളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നടത്തുവാൻ തക്ക വേണം, സത്യത്തിലേക്ക് നടത്തുവാൻ തക്കണം യേശു ക്രിസ്തുവിലൂടെ മാത്രമേ കഴിയുള്ളൂ. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നുവെന്ന് യേശു കർത്താവ് പറയുവാൻ ഇടയായി തീർന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നുവെന്ന് യേശു ക്രിസ്തു പറയുവാൻ ഇടയായി തീർന്നു. യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ആരും പിതാവാൻ ദൈവത്തിലേക്ക് എത്തുന്നില്ല. ഏക വഴിയായി യേശു കർത്താവ് ലോകത്തിന്മേൽ വരുവാനായിട്ട് ഇടയായി തീർന്നു. യേശു ക്രിസ്തു തന്റെ
ദേഹം എന്ന തിരശ്ശീല കീറി സ്ഥാപിച്ച ജീവനുള്ള പുതുവഴിയായി ദൈവത്തിങ്കിലേക്കുള്ള പ്രവേശനം യേശു കർത്താവ് നൽകുവാനായിട്ട് ഇടയായി തീർന്ന യേശുവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, യേശു കർത്താവ് വിശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് രക്ഷയുണ്ട്. നമ്മുടെ രോഗങ്ങളിന്മേ കർത്താവ് സൗഖ്യമാക്കുവാനായിട്ട് ഇടയായി തീരും. ശാപങ്ങളിൽ നിന്ന് കർത്താവ് വിടുവിക്കുവാനായിട്ട് ഇടയായി തീരും. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകുവാനായിട്ട് ഇടയായി തീരും. നിത്യജീവനെ പകരുവാനായിട്ട് ഇടയായി തീരും. കർത്താവ് നമ്മുടെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം, നന്മകളെ നൽകുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന ദൈവമാണ്. ഒരു മനുഷ്യനും പ്രയാസത്തിലൂടെ ബുദ്ധിമുട്ടുകൾ കടന്നു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നാം ഓരോരുത്തരും സന്തുഷ്ടരായി അനുഗ്രഹത്തോടെ ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ അതിനുവേണ്ടി യേശു കർത്താവിനെ ദൈവം ഈ ഭൂമിയിലേക്ക് അയക്കുവാനായിട്ട് ഇടയായി തീർന്നു. സ്വന്തം പുത്രനെ ദൈവം ഈ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ യേശു കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. യേശുവിന്റെ രക്തം നമ്മൾ ഓരോരുത്തരുടെ ശുദ്ധീകരണത്തിന് വേണ്ടി അവിടെ ഒഴിക്കുവാനായിട്ട് ഇടയായി തീർന്നു. യേശു ക്രിസ്തുവിന്റെ രക്തത്തിലൂടെ നമുക്ക് പാപങ്ങളുടെ ശുദ്ധീകരണമുണ്ട്. നിന്റെ പാപം എത്ര കടിഞ്ചുവപ്പാണെങ്കിലും അതിൽ ഹിമം പോലെ വെളുപ്പിച്ച് ശുദ്ധീകരിപ്പാന്നൊക്കെ വേണം യേശുവിന്റെ രക്തത്തിന് കഴിയുമെന്ന് വചനം പറയുന്നു. അതിലൊരു ശുദ്ധീകരണത്തിലുള്ള ദൈവത്തിൻ്റെ അടുത്ത് വരുവാന്നൊക്കെ വേണം, ദൈവരാജ്യത്തിലായി തീരുവാന്നൊക്കെ വേണം. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ഓരോരുത്തർക്കും പ്രവേശനമുണ്ട്. യേശു ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമാകുന്നു. യേശു ക്രിസ്തു വഴിയും സത്യവും ജീവനുമാകും. നമുക്ക് ജീവൻ ഉണ്ടാകുവാനും നമ്മൾ ഈ കാണുന്ന പ്രവർത്തികൾ, നമ്മൾ ഈ കാണുന്ന ലോകത്തിലെല്ലാം പലവിധ മരണത്തിന്റെ പ്രവർത്തികളെല്ലാം ആയിരിക്കുമ്പോൾ നാം ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങളെല്ലാം പലവിധ മരണം നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലൂടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജീവൻ ഉണ്ടാകുവാൻ തക്കവണ്ണം യേശുവിലേക്ക് തിരികെ യേശു ക്രിസ്തുവാണ് ജീവൻ നൽകുന്നത്. ജീവദാതാവായ യേശുവിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരണകരമായ അവസ്ഥകളിൽ നിന്നും അതിൽ നിന്ന് ജീവൻ പകരുവാൻ യേശുവിനെ കഴിയും. യേശുവിന് മാത്രമേ അതിന് സഹായിക്കുവാനായിട്ട് കഴിയുള്ളൂ. യേശു കർത്താവ് നല്ല ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു എന്ന് വചനത്തിൽ കാണുന്നു. നാം ഓരോരുത്തരും തെറ്റി അകലുന്ന ആടുകളെ പോലെ നമുക്ക് തോന്നിയ ജീവിതത്തിലൂടെ മുന്നോട്ട് പോയപ്പോൾ ആ യേശു കർത്താവ് നല്ല ഒരു ഇടയനെ പോലെ ഈ ഭൂമിയിലേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നു. നല്ലൊരു ഇടയനെ കുറിച്ചുള്ള സവിശേഷത വചനത്തിൽ ഇങ്ങനെ പറയും, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു എന്ന് പറയുന്നു. യേശു കർത്താവ് നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടി തന്റെ ജീവനെ കൊടുത്ത് നമ്മെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുവാൻ വേണ്ടി യേശു കർത്താവ് വരുവാനായിട്ട് ഇടയായി തീർന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നത് യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നപ്പോൾ നമുക്ക് വേണ്ടി ജീവനെ നൽകുവാനായിട്ട് ഇടയായി തീർന്നു. നമുക്ക് വേണ്ടി മരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. നമുക്ക് വേണ്ടി രക്തം ചിന്തുവാനായിട്ട് ഇടയായി തീർന്നു. നമ്മൾ രക്ഷിക്കപ്പെടുവാൻ വേണ്ടി യേശു കർത്താവ് ശിക്ഷ അനുഭവിക്കുവാനായിട്ട് ഇടയായി തീർന്നു. നാം മാന്യരായി തീരണം. യേശു കർത്താവ് ആ ക്രൂശിന് വേണ്ടി നിന്ദിതനായി തീരുവാനായിട്ട് ഇടയായി തീർന്നു. നാം ഓരോരുത്തർ ശുദ്ധീകരിക്കപ്പെടേണ്ടതിന് യേശു കർത്താവ് തന്റെ രക്തം അവിടെ ഒഴുക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ യേശു കർത്താവിന് ശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ദൈവത്തിന്റെ അടുക്കിലേക്ക് കയറിപ്പോവുകയും ചെയ്യുന്നു. അതിലൂടെ നമുക്ക് നിത്യജീവനെ ദൈവം നൽകി തന്നു. അതിലൂടെ നീതീകരണം നമുക്ക് നൽകി തന്നു. നാം ദൈവത്തിന്റെ നീതിവാന്മാരായി നിൽക്കേണ്ടതിന് യേശു കർത്താവിനെ അവിടെ കുറ്റമുള്ളവനായി അവിടെ നിൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. ശിക്ഷ കർത്താവ് വഹിക്കുവാനായിട്ട് ഇടയായി തീർന്നു. യേശു കർത്താവ് പറയുവാൻ്റെ ഇടയായി തീർന്നു. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു പറയുവാൻ്റെ ഇടയായി തീർന്നു. നമ്മൾ ഈ കാണുന്ന ജീവിതത്തിന് ശേഷം മരണത്തിനും അപ്പുറം ഒരു ജീവിതമുണ്ട്. മറ്റൊരു സ്വർഗത്തിലേക്ക്, ഒരു ദൈവരാജ്യത്തിലേക്ക് നമുക്കൊരു പ്രവേശനമുണ്ട്. അതിനപ്പുറമുള്ള ആ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കുന്ന യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ്. ആ പുനരുത്ഥാനം പ്രാപിപ്പാൻ തക്കവണ്ണം, ജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം യേശു ക്രിസ്തുവിലൂടെ അടുത്ത് വന്നു കഴിഞ്ഞ യേശു കർത്താവ് നമ്മളെ പുനരുത്ഥാനത്തിലൂടെ ജീവനെ പകരുവാനായിട്ട് ഇടയായി തീർന്നു. ആ ജീവൻ സമൃദ്ധിയായിട്ടുണ്ടാകുവാനും യേശുവിലേക്ക് അടുത്ത് വരിക. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനായിരിക്കാൽ എന്റെ മുഖമേറ്റെടുത്ത് എന്നോട് പഠിപ്പ്, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തുവാൻ കഴിയുമെന്ന് യേശു ക്രിസ്തു പറയുവാൻ ഇടയായി തീർന്നു. തന്റെ അടുക്കൽ വന്ന ഓരോരുത്തരും യേശു കർത്താവ് ആശ്വസിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. തന്റെ അടുക്കൽ വന്ന രോഗികളെ യേശു ക്രിസ്തു സൗഖ്യമാക്കുവാനായിട്ട് ഇടയായി തീർന്നു. തന്റെ അടുക്കൽ വന്ന ആവശ്യക്കാരെ കർത്താവ് സഹായിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പലവിധമായ പ്രശ്നങ്ങൾ കടന്നുപോയവരെ കർത്താവ് അവിടെയെല്ലാം സഹായിച്ച ദൈവമാണ്. യേശു കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. യേശു കർത്താവ് നിങ്ങൾ ഓരോരുത്തരെ ആ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് വിളിക്കുന്നു. ആ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് ശുഭഭാവി നൽകുന്നതാണ്. ആ ദൈവത്തിന്റെ സ്നേഹം നമ്മളെ രക്ഷയിലേക്ക് നടത്തുന്നതാണ്. ആ ദൈവത്തിന്റെ സ്നേഹം നമ്മളെ പലവിധമായ തെറ്റുകളിൽ നിന്നും നേരായ ജീവിതത്തിലേക്ക് വഴി നടത്തുന്നതാണ്. നാം ഒരിക്കലും തെറ്റിലകപ്പെട്ട് നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നാം ഓരോരുത്തരും രക്ഷ പ്രാപിക്കുവാൻ, നാശത്തിൽ നിന്നും രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നതിനാൽ തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുവാൻ തക്കവണ്ണം നമ്മൾ ഓരോരുത്തരെയും സ്നേഹിച്ച ദൈവത്തിന്റെ സ്നേഹത്തെ ഞങ്ങളുടെ വിളിച്ചു പറയും. ദൈവം സ്നേഹം തന്നെ. ദൈവത്തിന്റെ ആ സ്നേഹത്തിന് സമ്പൂർണ്ണതയായ യേശു ക്രിസ്തുവിലൂടെ നാം ഓരോരുത്തരും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഇടയായി തീരും. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. ദൈവസ്നേഹം നിങ്ങൾക്ക് ഓരോരുത്തർക്കും സമീപമായിരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തിലേക്ക് തിരിയുക. പാപത്തെ വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലെ ദുഷ്പ്രവൃത്തികളെ ഏറ്റുമ്പോൾ ദൈവത്തിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സഹായിക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളുടെ ജീവിതത്തിന്മേൽ വരുവാനായിട്ട് ഇടയായി തീരും. നിങ്ങൾക്ക് കർത്താവിനുള്ള ജീവിതത്തിന്മേൽ സഹായിക്കുവാനായിട്ട് ഇടയായി തീരും. യേശു കർത്താവ് പറഞ്ഞ ഞാൻ വാതിലാകുന്നു എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. സ്വർഗരാജ്യത്തിലേക്കുള്ള വാതിൽ, അതിലേക്കുള്ള പ്രവേശനം നമുക്ക് യേശു ക്രിസ്തുവിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ. യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ആരും സ്വർഗരാജ്യത്തിലേക്കോ പിതാവാൻ ദൈവത്തിന്റെ അടുക്കലേക്കോ എത്തുന്നില്ല. നമ്മൾ ഈ കാണുന്ന ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിങ്കിലേക്കുള്ള ഏക പ്രവേശന മാർഗം അത് യേശു ക്രിസ്തു മാത്രമാണ്. യേശു ക്രിസ്തു എന്ന വാതിലൂടെ അല്ലാതെ ആരും പിതാവാൻ ദൈവത്തിങ്കിലേക്ക് എത്തുന്നില്ല എന്ന് യേശു ക്രിസ്തു പറയുവാൻ ഇടയായി തീർന്നു. ആ പ്രവേശനം സാധിപ്പാൻ തക്കവണ്ണം
നമ്മ ഓരോരുത്തരും കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് കഴിഞ്ഞാൽ രക്ഷിക്കപ്പെടുവാനിടയായി തീരും. നാം വഴിയിൽ നശിച്ചു പോവാതിരിക്കുകയാണ് പുത്രനെ ചുംബിപ്പീൻ എന്ന വചനത്തിൽ കാണുന്ന നാം ഓരോരുത്തരും ആ തെറ്റായ ജീവിതത്തിൽ നശിച്ചു പോവാതിരിക്കുവാൻ തക്കോണം യേശുവിലേക്ക് തിരികെ യേശു കർത്താവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കുവാനും രക്ഷിക്കുവാനും തക്കോണം യേശു കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഇന്നും പിതാവാൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മാവിൽ നമുക്ക് ഓരോരുത്തരെയും ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ട് യേശു കർത്താവ് ജീവിക്കുന്നു എന്നുള്ള ദൈവത്തിന്റെ മഹത്വകരമായ സുവിശേഷത്തെയും കർത്താവിന്റെ സുവാർത്തയും ഞങ്ങളോട് പ്രസ്താവിക്കുന്ന കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന ദൈവം നിങ്ങൾ ഓരോരുത്തരെയും വിളിക്കുന്നു. ആ ദൈവസ്നേഹത്തിലേക്ക് അടുത്തു വന്നു കഴിഞ്ഞാൽ കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കുവാനും നിങ്ങളെ രക്ഷയിലേക്ക് നടത്തുവാനും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹവും സമൃദ്ധി നൽകുവാനും ആശ്വാസം